ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിത് ആരുക്കുട്ടിൻ്റെ തലയിൽ എന്താ വെച്ചിരിക്കുന്നത്, സ്കാർഫൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ആരുക്കുട്ടിന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ലൊക്കേഷനൊക്കെ പാലക്കാടാണ്. അപ്പം ഞങ്ങൾ പാലക്കാടേക്ക് പോകാൻ വേണ്ടി രാവിലെ ഉള്ള ട്രെയിന് വേണ്ടിയുള്ള ഓട്ടോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ 6:15 ട്രെയിന് നമ്മൾ എറണാകുളത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് പാലക്കാട്ടേക്ക് ട്രെയിനുണ്ട് 9:10. അപ്പോൾ ആ ട്രെയിനാണ് പോകുന്നത്. അപ്പം മഴയും ചെറുതായിട്ട് തോർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചേട്ടൻ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ ഭയങ്കര ക്യൂ ആണ്. സമയം 6:10 കേട്ടോ. അപ്പം മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരുക്കൂട്ടം ഭയങ്കര വഴക്കാണ്. എന്താണെന്ന് വെച്ചാൽ അവന് ഏറനാടിന് പോകേണ്ട, അത് സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. അവന് ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ എത്തണം. അങ്ങനെയുള്ള പിള്ളേരുണ്ടോ, വാശിക്കുട്ടന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. രണ്ട് വഴക്കിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, എനിക്ക് ഈ ഏറനാടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അവന് മുടിയുള്ളതുകൊണ്ട് വെക്കാൻ പറ്റുന്നില്ല ക്യാപ്പ്. കാണുന്നില്ല, മോഹം കാണുന്നില്ല. അതൊക്കെ ഇടുക്കിയോ കഴിയും. മിസ്സുണ്ടല്ലോ മങ്കിയുടെ കഥ പറഞ്ഞാലൊക്കെ. എങ്ങനെ പറ്റി? എന്തുണ്ട്? അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിനിൽ കയറിയിട്ട് നമ്മളിനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാതെ. ട്രെയിൻ ഇറങ്ങി അടുത്ത് ട്രെയിൻ കയറാൻ പോകുന്നു ഗൈസ് കേട്ടോ. അതെയാണ് ആരുകൂട്ട ഉറക്കപ്പിച്ച് കഴിഞ്ഞില്ല ഇതിൻ്റെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തി കേട്ടോ. കറക്റ്റ് 7:40 നമ്മൾ എറണാകുളത്ത് എത്തി. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വയറ് വെറുതെ ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ട്രെയിനിൽ ഫുഡൊക്കെ കഴിച്ചിട്ട്. കാരണം ആരുകൊണ്ട് നാളെ സൺഡേ ആണ്, അപ്പോൾ ഷൂട്ടുള്ളതല്ലേ, അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നടക്കുവാണ്. ഡെയിലി ഇത് കുഞ്ഞു എലികളുണ്ടോ, ഇത് വരുന്ന കേട്ടോ. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ എലിയായിരുന്നു കേട്ടോ. സൈഡിൽ കൂടെ ഒക്കെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അപ്പവും ചമ്മന്തിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 അപ്പമൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള അപ്പമൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറുക, പാലക്കാട് എത്തുക. പാലക്കാട് എത്തിയിട്ട് പിന്നെ നമ്മളൊരു 11:30-12 മണിയാകുമ്പോൾ എത്തും. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ബസ്സിൽ കയറാം. പാലക്കാട് നിന്ന് പോകാൻ കുറേ ദൂരമുണ്ട് കേട്ടോ. AC ട്രെയിനാണല്ലേ കാണാത്. ആരുക്കുട്ടാണെങ്കിൽ അപ്പയായിട്ട് വഴക്കിട്ടിരിക്കുവാണ്. ഇടിയോളം. അയ്യോ, എൻ്റെ ഫോൺ തെറിച്ച് പോകണ്ട. മക്കളും പടം വരയ്ക്കാനൊക്കെ സാധനമൊക്കെ കൊണ്ടുവന്നായിരുന്നു. റൂമിൽ പോയിരുന്നു വരയ്ക്കണേ കേട്ടോ. ഞങ്ങളുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുവാണ്. തക്കുടും നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് കൊല്ലങ്കോടാണ് അല്ലേ കാണാ. ആരിക്കൂടെ ചോറ് വേണ്ട കൊടൈക്കനാലാണോ പോന്നെ. അപ്പം ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്നൊരു 1 മണിക്കൂറുണ്ട് മാപ്പ് നോക്കിയപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബസ്സുണ്ട്. ബസ്സിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഗൈസ്. ആരിക്കൂട്ടം ഫുഡെല്ലാം കഴിച്ചിട്ട് എനർജി അയ്യോ. അപ്പോൾ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഈ കൊല്ലങ്കോടേക്ക് പോകുന്ന ബസ് കിട്ടുന്നത്. അപ്പം പ്രോപ്പർ പാലക്കാടല്ല, കൊല്ലങ്കോടാണ് ഷൂട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കവിടെ റൂമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഈ ബസ് കയറാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനത്തെ ഞങ്ങളുടെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ കൊല്ലംകോടേക്ക് പോകാൻ വേണ്ടി ശക്തൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ബസ്സിൽ കയറി നിൽക്കുകയാണ്. അവിടെ പോയിട്ട് വേണം കൊല്ലംകോടേക്കുള്ള ബസ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ ശക്തൻ സ്റ്റാൻഡിലോട്ടുള്ള ബസ് കിട്ടി. 30 രൂപയാണ് കേട്ടോ ചാർജ്. ശക്തൻ സ്റ്റാൻഡ് വരെ ഓട്ടോയ്ക്ക് ചോദിച്ചപ്പോൾ 120 രൂപയാണ് ചാർജ്. അപ്പം നമ്മൾ ലഗേജൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഈ ആര്യക്കുട്ടിനൊരു നഖം വെട്ടി വാങ്ങിക്കണം കേട്ടോ. ആര്യക്കുട്ടിന് നഖമാണ് ഭയങ്കരമായിട്ട് വളർന്നിരിക്കുകയാണ്. വീട്ടിൽ വെച്ച് വെട്ടാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. അങ്ങനെ കടയിലോട്ട് കയറിയപ്പോൾ പിന്നെ അറിയാമല്ലോ അവന് കുറേ കാർഡ്സ് വേണം. അതിന് വേണ്ടിയുള്ള ഇതാണ്. അങ്ങനെ 2 കാർഡ്സ് വാങ്ങിച്ചു. 20 രൂപയാണത്. പിന്നെ ഒരു മാസ്ക് കൂടെ വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര പൊടിയല്ലേ. അങ്ങനെ പിന്നെ ഇതേ ഒരു മാസ്ക് കൂടി വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര പൊടിയുണ്ട്. അപ്പോൾ മാസ്ക് വെക്കാൻ പറയുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഭയങ്കര കാത്തിരിപ്പായിരുന്നു കേട്ടോ ബസ്സിന് വേണ്ടി. ഒരു അരമണിക്കൂറോളം പോസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനത്തെ ബസ്സെല്ലാം കിട്ടി. ഞങ്ങൾ അവസാനം ഇവിടെ സുമംഗലി എന്ന് പറഞ്ഞൊരു ലോഡ്ജാണ് നമുക്ക് എടുത്തു തന്നിരിക്കുന്നത്. അപ്പം അവിടെ എത്തി. അവിടെ നമ്മുടെ താഴെ കാത്തു നിൽക്കുകയാണ്. എൻ്റെ റൂമിലോട്ട് എത്തി. റൂം നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ളതായിരുന്നു കേട്ടോ. ഫാനുണ്ട്. പിന്നെ ആര്യക്കുട്ടിനോട് ഞാൻ പറയുന്നത് കൈ അധികം പൊക്കണ്ട, നിൻ്റെ കൈ പൊക്കിയാൽ അവിടെ ഫാനിൽ പോയി മുട്ടും, കൈ പോകുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ ചാടുമായിരുന്നു ബെഡിൽ കിടന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം. ഇതോ ഈ കാണുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര അടുത്തായിട്ട് തോന്നും. പക്ഷേ ഇവിടെ നിന്ന് 35 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അപ്പം മലയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം കണ്ടോ, നല്ല രസമുണ്ടല്ലേ വ്യൂ പോയിൻ്റ്. അപ്പോൾ ആര്യക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോയി നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ പോകുമ്പോൾ എവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. നല്ല ചൂട് പക്കോടയും കാപ്പിയൊക്കെ അടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ചേട്ടൻ പക്കോട കൊണ്ടുവരുവാണ്. അങ്ങനെ ഞങ്ങൾ പക്കോട കഴിക്കാൻ പോവുകയാണ്. ആര്യക്കുട്ടനും കഴിക്കാൻ പോവുകയാണ്. ആര്യക്കുട്ടനും ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞാൽ ബൂസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പാലക്കാട് വന്ന് പക്കോട കഴിച്ചില്ലെന്ന് കുറേ വിലയൊക്കെ ഇടുന്നുണ്ടോ. പാലക്കാടൻ പക്കോട കാപ്പിയാണോ ബൂസ്റ്റാണോ? അതിന് കളർ ഒരേപോലെ ആണല്ലോ കാപ്പിയുടെയും ബൂസ്റ്റിൻ്റെ. നല്ലതാണോ? നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴാണ് ആര്യക്കുട്ടൻ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ സമയം 5:30-6 മണിക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് ആര്യക്കുട്ടൻ ബ്രഷൊക്കെ ചെയ്തിട്ട് വേണം ഷൂട്ടിന് നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. തക്കടു എഴുന്നേക്ക് വാ. ആര്യക്കുട്ട ഗുഡ് മോർണിംഗ്. എഴുന്നേക്ക്, പല്ല് കേൾക്കണ്ടേ? കൊതുകുണ്ടോ? ആര്യക്കുട്ട എഴുന്നേക്ക് വാ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഈ ഷൂട്ടിൻ്റെ സ്ഥലത്തെത്തി കേട്ടോ. കൊല്ലംകോടെന്നും പിന്നെയും 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അവർ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ഷൂട്ട് എത്തി. ദിലീപിൻ്റെ ചെറുപ്പകാലമായിട്ട് അഭിനയിക്കുന്ന മോനാണ്. അപ്പൻ സിനിമയിലൊക്കെ ഉള്ളതാണ്. ധ്രുപത്ത് എന്നാണ് പേര്. ഇവൻ നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ കുഞ്ഞ് ചൈൽഡ്ഹുഡായിട്ടാണ്. കുറച്ച് സീനേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ആര്യക്കുട്ടനെ മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയിട്ട് മേക്കപ്പ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ അവൻ്റെ കേളി ഹെയർ ആണല്ലോ ഓൾറെഡി. അവൻ്റെ പഴയ കാലത്തെ മുടി പോലെ ആയിരിക്കും. ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് എന്നാലും മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ശരിയാക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. അവർ തന്ന ഡ്രസ്സാണ്. അപ്പോൾ പഴയ കാലം ആയതുകൊണ്ടാണ് ആ ടീഷർട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു പണ്ട്. അതുണ്ടോ ഭയങ്കര വലുതാണ് കേട്ടോ ഇവന്. പിന്നെ ചെരുപ്പൊക്കെ അവർ തരും. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങും. ഷൂട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് എടുക്കാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോവുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. ഇന്നൊരു ദിവസം ഉള്ളതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അവരുടെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫുഡും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ലൊക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പോവല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാഞ്ഞത്. ഇനി എന്തായാലും അടുത്ത തവണ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ജഗൻ ആരാ? ജഗൻ
പോയി പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ പെട്ടെന്ന് കയറാൻ. അങ്ങനെ ഗൈസ് ദേ നമ്മുടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് നടക്കുന്ന എന്തോ ഒരു തീമായിട്ടാണ് ഇവിടെ സ്കൂളിലാണ് ഒരു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണാടിപ്പാടോ അങ്ങനെ എന്തോണ് സ്കൂളിൻ്റെ പേര്. അപ്പം പിന്നെ ഗാന്ധിജിയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തെർമോക്കോളൊക്കെ വെച്ചിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ദീപിൻ്റെ കൂടെ ഉള്ളവരാണെന്ന് തോന്നുന്നു കേട്ടോ ഈ സിനിമയിൽ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ പെട്ടിയൊക്കെ മടക്കി ആലപ്പുഴയിലെത്തി. രാത്രി 11:20 കേട്ടോ ട്രെയിന്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. നല്ല എന്താ പറയുന്നത്, നല്ല പെരുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. മഴയൊന്ന് തോർന്നിട്ട് ബൈക്കിലാണ് വന്നത്, തോർന്നിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.